ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നെ പിന്തുണച്ചുകൊണ്ട് സമസ്തയുടെ മുഷാവർ അംഗം ഉമർ ഫൈസി തുടർച്ചയായി നടന്ന പ്രതികരണങ്ങൾ, അതിനെതിരെ MSF-ന്റെ നേതാവ് CK നജാഫ് ഒരു വിമർശനമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇലക്ഷനിൽ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? അദ്ദേഹം ഒരു പണ്ഡിത സഭയിലെ അംഗമാണ്. ഞാനതൊന്നും നോക്കിക്കാണുന്നില്ല, ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ കുറേ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല. ലീഗിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, ഒരാളെ ഞങ്ങൾ സംഭവിക്കില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിനെ മാറ്റണോ, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൗൺസിലുണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം, അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ടൊന്നും എടുക്കില്ല. അല്ല, CPM-ന് അവരുടെയൊക്കെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, സിറാത്തിൻ്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരോടൊക്കെ ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നില്ല. അത് വോട്ടെണ്ണീറ്റ് തീരുമാനിക്കാം. നമുക്ക് മെജോറിറ്റി എവിടെ ഉണ്ട്, ന്യൂനപക്ഷം എവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. എങ്ങനെ? അല്ല, അതൊക്കെ ഈ വ്യക്തിപരമായിട്ട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായം പറയണമെന്നില്ല. ഇല്ല, എനിക്ക് അഭിപ്രായം പാർട്ടി എടുത്ത് അറിയില്ല. ഞാൻ സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ശരി. പത്രത്തിൽ ചന്ദ്രിക എന്ന് പറയുന്നത് പാർട്ടിയുടെ വേറെ, ഇപ്പോൾ നിങ്ങളൊക്കെ പത്രം നടത്തുന്ന പോലെ പുറത്തുള്ള മുതലാളി ആരാണെന്ന് തിരിച്ചറിയാത്ത പത്രമല്ലല്ലോ ചന്ദ്രിക. അതിൻ്റെ മുതലാളിയും അതിൻ്റെ മുടക്കു മുതലൊക്കെ ലീഗാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്നത് ലീഗിൻ്റെ വാർത്തയായിരിക്കും. അറിയില്ലല്ലോ, ഇവർ വരുന്ന ചന്ദ്രികയിൽ അങ്ങനെ വന്നില്ല. അപ്പോൾ അതായിരിക്കും ശരി. അല്ല, ഇതൊക്കെ ലീഗിനകത്തുള്ള ആളുകളല്ലേ വിമർശിച്ചത്, ലീഗല്ലേ അവരെടുത്തത്. അപ്പോൾ തീർന്നല്ലോ. അത് നിങ്ങൾ എത്ര മെനക്കെട്ടാലും അതിനകത്തിൻ്റെ ഒരു കമൻറ്റ് കിട്ടില്ല.